നടി ആക്രമിക്കപ്പെട്ട സംഭവം കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു കാര്യമായിരുന്നു. അതിലും വലിയ ഞെട്ടലായിരുന്നു അതിന് പിന്നിൽ ദിലീപിന്റെ ഗൂഢാലോചനയാണ് എന്നുള്ള പോലീസിന്റെ വെളിപ്പെടുത്തലും അദ്ദേഹത്തെ 3 മാസം ജയിലിൽ അടച്ചതും. പക്ഷേ സംഭവത്തിന്റെ സത്യാവസ്ഥ ഇനിയും വെളിവായിട്ടില്ല. കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആരെയും കുറ്റക്കാരായിട്ടോ നിരപരാധികളായോ നമുക്ക് വിധിക്കാനാകാത്ത ഒരു സാഹചര്യമാണുള്ളത്. സബ് ജയിലിൽ വെച്ച് നടൻ ദിലീപിന്റെ ദയനീയ അവസ്ഥ കണ്ട അന്നത്തെ DGP കൂടിയായിരുന്ന ശ്രീലേഖ IPS ആ സംഭവം ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് താൻ ദിലീപിന് ജയിലിൽ പ്രത്യേക സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ദിലീപിന്റെ ദയനീയ അവസ്ഥ കണ്ട് തൻ്റെ മനസ്സലിഞ്ഞു പോയെന്നും അതുകൊണ്ടാണ് ദിലീപിന് ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് എന്നും ശ്രീലേഖ IPS പറയുന്നു. എന്നാൽ അന്ന് ദിലീപിന് സഹായങ്ങൾ ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ശ്രീലേഖ നേരിട്ടിരുന്നു. കൂടുതലും ചോദ്യങ്ങൾ വന്നിരുന്നത് ദിലീപിന് മാത്രം എന്തുകൊണ്ടാണ് പ്രത്യേകത എന്നും മറ്റുള്ള തടവുകാരും ഇതേ അവസ്ഥയിലല്ലേ ജയിലിൽ കഴിയുന്നത് എന്നുമായിരുന്നു. ആ സംഭവത്തെക്കുറിച്ച് ശ്രീലേഖ IPS പറഞ്ഞത് ഇങ്ങനെയാണ്: സബ് ജയിലിൽ വെച്ച് താൻ കണ്ട കാഴ്ച ആരുടെയും കരളലിയിപ്പിക്കുന്നതാണ്. 3-4 ജയിൽ പുള്ളികളുടെ ഒപ്പം വെറും തറയിൽ പായ വിരിച്ചു കിടക്കുന്ന ദിലീപിനെയാണ് താൻ കാണുന്നത്. ദിലീപിനെ തട്ടി വിളിച്ച് ഒന്ന് എഴുന്നേൽക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് എഴുന്നേൽക്കാൻ കൂടി വയ്യാത്ത ഒരു അവസ്ഥയായിരുന്നു. അയാൾ അവിടെ നിന്ന് വിറയ്ക്കുകയാണ്. എന്നിട്ട് അയാൾ ജയിൽ അഴിയിൽ പിടിച്ച് എണീറ്റ് നിന്നിട്ട് അങ്ങ് വീണു പോവുകയായിരുന്നു. അങ്ങനെ താൻ ദിലീപിനെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആ ദിലീപാണോ ഇത് എന്ന് ഒരിക്കലും നമുക്ക് തോന്നില്ല. മറ്റാരോ ആണ് എന്നേ തോന്നൂ. അത്രയ്ക്കും വികൃതമായ ഒരു അവസ്ഥയായിരുന്നു ദിലീപിന് അപ്പോഴുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ സ്വാഭാവികമായും തൻ്റെ മനസ്സലിഞ്ഞു. തനിക്ക് പൊതുവെ കഷ്ടത കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ സങ്കടവും അലിവും ഉണ്ടാകും. താൻ അയാളെ വിളിച്ചുകൊണ്ടുവന്ന സൂപ്രണ്ടിൻ്റെ മുറിയിലിരുത്തി. പക്ഷേ അയാൾക്കൊന്നും സംസാരിക്കാനും കഴിക്കാനും വയ്യ. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ആ അവസ്ഥയിൽ ഒരു കരിക്കാണ് ആദ്യം വാങ്ങിക്കൊടുക്കുന്നത്. ഒരു ദയയുടെ പുറത്ത് അയാൾക്ക് കുറച്ച് സഹായങ്ങൾ താൻ ജയിലിൽ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരാളെ ഇത്രയധികം ദ്രോഹിക്കാൻ പാടില്ല. അതുകൊണ്ട് അയാൾക്ക് പ്രത്യേകം 2 പായയും പുതയ്ക്കാൻ ഒരു ബ്ലാങ്കറ്റും കൊടുത്തിരുന്നു. അതേപോലെ തന്നെ അയാളുടെ ചെവിയിലുള്ള ഇയർ ബാലൻസിംഗ് പ്രശ്നങ്ങൾ കാണിക്കാൻ ഡോക്ടറെയും ഏർപ്പാടാക്കിയിരുന്നു. അതോടൊപ്പം അയാൾക്ക് ബാലൻസ്ഡ് ന്യൂട്രീഷൻ ഫുഡ് കൊടുക്കാനുള്ള പ്രത്യേക ഏർപ്പാടും താൻ ചെയ്തു. പക്ഷെ താൻ ഇതൊക്കെ ചെയ്യുന്നതിനും ഒരുപാട് മുന്നേയാണ് തനിക്ക് വലിയ അപവാദങ്ങൾ ദിലീപിനെ സഹായിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ കേട്ടത് എന്നും DGP ആയിരുന്ന ശ്രീലേഖ IPS പറയുന്നു. കേരളത്തിൽ നിന്നുള്ള ആദ്യ ലേഡി IPS ഓഫീസർ കൂടിയാണ് ശ്രീലേഖ.